വാഗ്ദാന പേടകമേ സ്വർഗീയ പൊന്മലരേ കൃപാസനത്തിൻ്റെ അമ്മേ പ്രസാദപരമാതാവേ. കം ടു ദി പോയിന്റ്. അതായത് നമ്മുടെ വാട്ട് ഈസ് അവർ സബ്ജക്റ്റ്? അഹ്റോൻ്റെ മോസസ് വെച്ച ഒരു ഉണക്ക വടിയാണ്. അതിൻ്റെ ഹരിതം നശിച്ചിട്ട് എത്രയോ വർഷങ്ങളായി. ഇനി അതൊരു സാധ്യതയുമില്ല തളർക്കാൻ. എല്ലാവരും പറയും സാധ്യതയില്ലെന്നാണ്. പക്ഷേ എല്ലാവരും സാധ്യതയില്ലെന്ന് പറയുമ്പോഴും ക്രിസ്തു പറയും എല്ലാത്തിനും സാധ്യതയുണ്ടെന്ന്. ആ അഹ്റോൻ്റെ പൂത്തവടി മനുഷ്യൻ്റെ സാധ്യത അസ്തമിക്കുന്നിടത്ത് വെച്ച് ദൈവത്തിൻ്റെ സാധ്യത തുടങ്ങുമ്പോൾ അത് ബദാം കാഴ്ച പോലെ കരിമ്പച്ച നിറമുള്ള ഇലകൾ വീശിക്കൊണ്ട് നിൽക്കുന്ന ഒരു പുനഃസ്ഥാപനമില്ലേ? ഐ വിൽ റീസ്റ്റേറ്റ് യുവർ ലൈഫ്. ഞാൻ നിൻ്റെ ഐശ്വര്യത്തെ പുനഃസ്ഥാപിക്കുമെന്ന് പറഞ്ഞില്ലേ? എന്താ പറഞ്ഞ? ഐസയായുടെ 11:29 ശ്രുതികട ഹല്ലേലൂയ 29:11 ഐശ്വര്യം പുനഃസ്ഥാപിക്കും. അത് വാഗ്ദാനമാണ്. ഐസയ 29:11. ഹല്ലേലൂയ 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 മഹത്വം യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. ജെറമിയ 29:14. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഇടയാക്കുമെന്ന് ഞാൻ കർത്താവ് അരുളിച്ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. ജെറമിയ 29:11 ഞാൻ നിങ്ങളുടെ പറഞ്ഞേ ഞാൻ നിങ്ങളുടെ എന്താ അത്? ആ വചനത്തിന്റെ പൗരവ് കണ്ടില്ലേ? എന്താണ്? ഒന്ന് വായിച്ചേ. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും. അപ്പോഴേ ദൈവമാണ് ഇടയാക്കണത് അല്ലേ? ആര്? ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി നമ്മളെ സഹായിക്കുമെന്നായി പറയണത്. ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി ദൈവം നമ്മളെ സഹായിക്കും. എന്നെ കണ്ടെത്താൻ ഞങ്ങൾ ഇടയാക്കും. എന്തിനാണ് കണ്ടെത്തണത്? ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും എന്ന് പറഞ്ഞ ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. അല്ലാതെ ദൈവത്തെ കണ്ടെത്തിയിട്ട് നിങ്ങളുടെ കണ്ണക്കുരുക്ക് നമുക്ക് കണ്ടെത്തി തരാനല്ലേ? ചിന്തിക്കണം. എന്നെ കണ്ടെത്താൻ ഞാൻ നിങ്ങളെ ഇടയാക്കും. എന്തിനാണ് ഇടയാക്കണത്? ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. അപ്പോൾ ദൈവം കൊടുത്ത ഐശ്വര്യമല്ലേ? നമ്മൾ കളഞ്ഞു കുളിച്ചതല്ലേ? അതല്ലേ? അപ്പോൾ അതിന് കുറ്റബോധം വന്ന് ഇരിക്കേണ്ട കാര്യമില്ല. അത് പുനഃസ്ഥാപിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ വെള്ളം അടിച്ചതാണ്, അല്ലെങ്കിൽ നിങ്ങൾ തോന്നിവാസം ജീവിച്ചതാണ്. ദൈവം തന്ന ഐശ്വര്യം നിങ്ങൾക്ക് പോയെന്ന് വിചാരിച്ചോ? മനസ്സിലായില്ലേ? ഐശ്വര്യം എന്താണെന്ന്? ഐശ്വര്യം ആര് തന്നതാണ്? ദൈവം തന്നതല്ലേ? ഇപ്പം നമ്മൾ കെയർലെസ്സായിട്ട് ലൈഫിലൂടെ ഐശ്വര്യം പോകും ചിലപ്പോൾ. ഓരോ കാര്യത്തിലൊക്കെ ഇപ്പോൾ തന്നെ ചിലർ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ലേഡി ഇവിടെ സാക്ഷ്യം പറഞ്ഞത്, ഒരു മലേഷ്യൻ ലേഡി ഇംഗ്ലീഷിൽ പറഞ്ഞില്ലേ ഒരു സാക്ഷ്യം? മലേഷ്യൻ ഇംഗ്ലീഷിലൊരു സാക്ഷ്യം പറഞ്ഞു. അവരെന്നാ പറഞ്ഞത്? അവരെന്തോ ഈ സാത്താൻ്റെ വർഷിപ്പ് പുസ്തകങ്ങളൊക്കെ, പിന്നെ ഹാരി പോട്ടറിൻ്റെ പുസ്തകങ്ങളൊക്കെ വായിച്ച് തലക്ക് പിടിച്ച്. ഇപ്പോൾ ഒരച്ഛൻ പ്രസംഗിച്ചില്ലേ ഇന്നാളെ? നമ്മൾ യൂട്യൂബിലുണ്ട്. അച്ഛൻ്റെ പേരൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടങ്ങളിൽ അദ്ദേഹം കാരണക്ക് ഗുണമില്ലാത്ത പുസ്തകങ്ങൾ വായിച്ച് ഭ്രാന്ത് പിടിച്ച് അവസാനം കർത്താവിനെ അറിഞ്ഞപ്പോൾ എല്ലാം കത്തിച്ച് കളഞ്ഞു. ഇതുപോലെ ഈ മലേഷ്യൻ ലേഡിക്ക് സംഭവിച്ചത് അതാണ്. അവരൊരു കാലത്ത് വഴിത്തിരിഞ്ഞ് പോയി ഹാരി പോട്ടറൊക്കെ വായിച്ച്, പിന്നെ വേറെ മാജിക്കും ഒക്കെ വായിച്ച് മാന്ത്രികമായ ലോകത്ത് നിന്ന് വിശ്വാസം പോയി. വിശ്വാസത്തിൻ്റെ അപകട മേഖലയിൽ ചരിക്കാതിരിക്കാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. വിശ്വാസം കൈമാറാൻ പിന്നെ ഭയങ്കര പാടാണ് തിരിച്ചു പിടിക്കാൻ. ഇപ്പോൾ ഇവർ ക്രിസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ അമ്മ ഓൺലൈൻ ഉടമ്പടി എടുത്തത്, ഓൺലൈനോട് ലൈറ്റക്കാൻ്റെ പേര് ക്രിസ്തുവാണ് അമ്മ ചെയ്യണത് ഈ മകളെ സമർപ്പിച്ചുകൊണ്ട്. പിന്നെ മകൾക്ക് ഈ പുസ്തകങ്ങളുടെ വിപ്രതിപത്തിയായിട്ട് അവൾ തിരിച്ച് ദൈവത്തിലേക്ക് വരുന്ന അടിപൊളി ഇംഗ്ലീഷ് സാക്ഷ്യം. ഇത് കഴിഞ്ഞ ദിവസം പറഞ്ഞ മലേഷ്യൻ ഗേള് അവർ പറഞ്ഞിരിക്കണ പേര് ഞാൻ പറഞ്ഞു പോകാൻ സോറി, ഞാൻ ഓർത്തില്ല പേര്. അതാണ് ഇപ്പോൾ ആ സാക്ഷ്യം കയറി വരുന്നത് ഞാൻ ഓർത്തില്ല. അപ്പോൾ എന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ സാക്ഷ്യങ്ങളിൽ വരണ വിഷയം, ഒരു കാലത്ത് ദൈവം അവർക്ക് കൊടുത്ത ഐശ്വര്യമൊക്കെ അവരെ ഇതുപോലെയുള്ള
അലവലാതി സാത്താൻ പുസ്തകങ്ങളൊക്കെ വായിച്ചു. സാത്താൻ പുസ്തകം തന്നെ വായിക്കണമെന്ന് നിർബന്ധമില്ല. സാത്താൻ വർഷിപ്പുള്ള ആൾക്കാർ കൂട്ടുകാരായിട്ട് ഉണ്ടായാൽ മതി. സാത്താൻ വർഷിപ്പുള്ള ആൾക്കാർ കൂട്ടുകാരായിട്ട് ഉണ്ടായാൽ മതി. ക്രമേണ നിൻ്റെ വിശ്വാസം പോകും. കാരണം വിശ്വാസത്തിന് നല്ല വെയിൽ കെട്ടണം. വിശ്വാസത്തിനൊരു കുഴപ്പമുണ്ട്, വിശ്വാസത്തിന് നല്ല വെയിൽ കെട്ടണം. അതുകൊണ്ടാണ് ഈ വചനം വിതച്ച് കഴിഞ്ഞിട്ട് വെയിൽ കെട്ടിയെന്ന് പറഞ്ഞിട്ടില്ലേ? ഇല്ലേ? കർത്താവ് പറഞ്ഞിട്ടില്ലേ? വചനം വിതച്ച് കഴിഞ്ഞിട്ട് അതിന് ചുറ്റും വെയിൽ കെട്ടി. അപ്പോൾ വിശ്വാസത്തിനെ എപ്പോഴും സംരക്ഷിക്കണമെങ്കിൽ നമ്മൾക്ക് അപകട മേഖലയിൽ നിന്ന് നമ്മൾ മാറണം. എപ്പോഴും സംസർഗത്തിൻ്റെ നമ്മുടെ കൂട്ടുകാരെ, നമ്മളോട് ഇടപഴകുന്നവർ, അതുപോലെ തന്നെ അവരിൽ നിന്നൊക്കെ അവർ സംസാരിച്ചാൽ നമ്മൾ സംസാരിക്കാൻ നിൽക്കരുത്, ഇൻട്രാക്ഷൻ ഒന്നും പോകരുത്. കാര്യം വിശ്വാസം നിലനിർത്തുക, സംരക്ഷിക്കുക, അതിന് വില കൊടുക്കുകയൊക്കെ വിശ്വാസിയുടെ അവകാശമാണ്, ഉത്തരവാദിത്വമാണ്. പക്ഷേ അങ്ങനെ ഒരു വിഷയം വന്ന് ഐശ്വര്യം പോയി. പക്ഷേ ഇൻ കേസ് നിൻ്റെ ഒരു കൂട്ടുകെട്ടിലൂടെയോ അല്ലെങ്കിൽ നിൻ്റെ തന്നെ വഴിപിഴച്ച ജീവിത രീതി കൊണ്ടോ നിൻ്റെ ഐശ്വര്യം പോയാൽ എന്നേക്കുമായിട്ട് പോകുമെന്ന് ദൈവപൈതലെ നീ കരുതി വിഷമിക്കരുത്. കർത്താവ് എന്താ പറഞ്ഞത്? ഐ വിൽ റീഇൻസ്റ്റേറ്റ് യു. I will reinstate you in your own soil. എസക്കേലിൻ്റെ 36. Take the word of God 37:14. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എസക്കേൽ 37:14. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എസെക്കിയേൽ 37:14. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. എന്ന് പറഞ്ഞു, എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും. അപ്പൊ സ്വന്തം ദേശത്തേക്ക്, കണ്ടവന്റെ ദേശത്ത് അടിമയായി ജീവിക്കരുന്ന്. അതാണ് ഈ പറയണത്. നിങ്ങൾ സ്വന്തം ദേശത്ത് വസിപ്പിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടവൻ്റെ ദേശത്ത്, സാത്താൻ്റെ ദേശത്ത് അടിമയായിട്ട് ജീവിക്കരുന്ന്. അപ്പം നിങ്ങൾ അടിമയായിട്ടാണ് ഇന്ന് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഐ വിൽ റീസെറ്റിൽ യു എന്നാണ് പറയണത്. റീസെറ്റിലിങ് എന്ന് പറയണത് ഉടമ്പടിയുടെ വാഗ്ദാന പ്രകാരമാണ്. ആ ബദാം കായ്ച്ച അഹറോൻ്റെ ഉണക്ക വടിയില്ലേ, ആ വടിയെ റീസ്റ്റേറ്റ് ചെയ്യുകയാണ്, പുനഃസ്ഥാപിക്കുകയാണ്, ഐശ്വര്യം പുനഃസ്ഥാപിക്കുകയാണ്. അതാണ് ജെറമിയ 29:11. ഞാൻ നിൻ്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. അപ്പം നിൻ്റെ വിവാഹമായാലും അതുപോലെ തന്നെ എന്ത് ജീവിതമായാലും ഏതെല്ലാം രീതി നിനക്ക് ചൈതന്യം കെട്ടുപോയെന്ന് വിചാരിച്ചോ അതെല്ലാം പുനഃസ്ഥാപിക്കാനുള്ള സാധ്യത ഉടമ്പടിയിലുണ്ട്. അത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുള്ളത് കൊണ്ട് തന്നെ ഉടമ്പടിയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അമ്മ നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും. പക്ഷെ അമ്മ മധ്യസ്ഥം വഹിക്കുമ്പോൾ ഒരു കാര്യം ചിന്തിക്കണം കേട്ടോ. അമ്മ നമ്മളെ മുഖത്തിട്ട് നോക്കുമ്പോഴേ നമുക്ക് വേറെ സ്ഥലത്തേക്ക് നോക്കേണ്ടി വരരുത്. അതാണ് എൻ്റെ ആൾക്കാരുടെ പ്രശ്നം. നിൻ്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി അമ്മ നിൻ്റെ മുഖത്തേക്ക് നോക്കും. അപ്പം നിനക്ക് ചമ്മി അടപ്പ് തെറിച്ച് വേറെ സ്ഥലത്ത് നോക്കേണ്ടി വരരുത്. അമ്മ നിന്നെ കണ്ടാൽ കർത്താവിന് തിരുസേന പ്രസൻറ്റബിൾ ആയിരിക്കണം. ഉടമ്പടി നിന്നെ പ്രസൻറ്റബിൾ ആക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അവർക്ക് വേണ്ടി ഇത് ചെയ്ത് കൊടുക്കണമെന്ന് പറയാനുള്ള അമ്മ പറഞ്ഞാൽ പിന്നെ യേശു കേൾക്കും. പക്ഷെ നിന്നെ കാണുമ്പോൾ അമ്മയ്ക്ക് തോന്നണം നിന്നെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയ ആളാണെന്ന്. മനസ്സിലായില്ലേ? നിന്നെ കണ്ടാൽ അമ്മയ്ക്ക് തോന്നണം നിന്നെ കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുപോയി അവർക്കതില്ല, അവനിതില്ലെന്ന് പറയാൻ പറ്റിയ ആളാണ് നീ എന്ന് പറയാൻ നീ പ്രസൻറ്റബിൾ ആകണം. ഉടമ്പടി നിന്നെ പ്രസൻറ്റബിൾ ആക്കുമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ? കാര്യം ഉടമ്പടിയിൽ ഇപ്പം 7:4 എടുത്തേ, ലൂക്കാൻ്റെ സുവിശേഷം 7:4. ശ്രദ്ധിക്കട്ടെ. ലൂക്ക 7:4. അവർ യേശുവിന്റെ അടുത്ത് വന്ന് കേണപേക്ഷിച്ചു പറഞ്ഞു, നീ ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ്. എന്തെന്നാൽ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. നമുക്ക് ഒരു സിനഗോഗ് പണിയിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. യേശു അവരോടൊപ്പം പുറപ്പെട്ടു. അതാണ് I will come with you wherever you go. അതനുസരിച്ചാണ് പോണത്. അല്ലെങ്കിൽ ഇത് പറയേണ്ട ആവശ്യമില്ല. യേശുവിന് ആ മനുഷ്യൻ്റെ അടുത്ത് പോകേണ്ട ഒരു കാര്യമില്ല. ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി, സുഖം പ്രാപിക്കട്ടെ എന്ന് പറഞ്ഞാൽ മതി, സുഖം പ്രാപിക്കും. പക്ഷെ യേശു അവനോട് പുറപ്പെട്ടെന്ന് പറഞ്ഞാൽ പണ്ട് നൽകിയൊരു വാഗ്ദാനത്തോട് ദൈവം കാണിക്കുന്ന വിശ്വസ്തതയാണ്. ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ. നീ എവിടെയാണ് പോകണമെന്നോ അവിടെ ഞാൻ വരും. വീട്ടിലെങ്കിൽ വീട്ടിൽ, മരണ വീട്ടിൽ, ആശുപത്രി കിടക്കുക, വെന്റിലേറ്ററിൽ, ഐ വിൽ കം വിത്ത് യു. അതാണ് ഉടമ്പടി കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവം കാലങ്ങൾക്ക് മുമ്പ് മനുഷ്യരാശി കൊടുത്ത വാഗ്ദാനമില്ലേ ഉടമ്പടി പ്രകാരമുള്ള സാന്നിധ്യത്തിൻ്റെ സംരക്ഷണം.
അതാണ് ഈ സാന്നിധ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐ വിൽ കം വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെ വരും. ഉടമ്പടി എടുക്കുമ്പോൾ സംഭവിക്കുന്ന ഏറ്റവും വലിയ സംഭവം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ വിശുദ്ധി പാലിക്കണമെന്ന് പറയണത്. ഉടമ്പടി പ്രകാരം നമ്മൾ വിശുദ്ധി പാലിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം നമ്മുടെ കൂടെയുള്ള ആൾ വിശുദ്ധനാണ്. എൻ്റെ പിതാവ് പരിപൂർണ്ണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണ്ണനായിരിക്കണം. ബി ഹോളി ആസ് യുവർ ഹെവൻലി ഫാദർ ഈസ് ഹോളി. ഇതെല്ലാം ബൈബിളിൻ്റെ വരികൾക്കിടയിൽ വായിക്കുമ്പോഴും നിഴലായിട്ട് നോക്കുമ്പോഴും കാണുന്ന വിശുദ്ധി ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായതുകൊണ്ടാണ് വിശുദ്ധീകരണ പ്രക്രിയ ആവശ്യത്തിന് ഉടമ്പടിയിലുള്ളത്. അത് ഫോളോ അപ്പ് ചെയ്യാതെ നിങ്ങൾ പിന്നെ അസൂയ, പക, വിദ്വേഷം, ചതി, അഹങ്കാരം, മദ്യപാനം, മധുരോത്സവം, ഇങ്ങനെ പഴയ കലാപരിപാടിയും കൊണ്ട് നടന്നാൽ യു ആർ ദ ഓൾഡ് പീപ്പിൾ. പഴയ മനുഷ്യനെ കൊളോസിയസ് 3:10 പറയും, അവൻ്റെ ചെയ്തികളോടുകൂടി ദൂരെ എറിയാൻ. പിന്നെ എന്താണ്? എറിഞ്ഞിട്ടും കാര്യമില്ല. സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്ക് നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ വിശുദ്ധി ധരിക്കുക, ക്രിസ്തുവിനെ ധരിക്കുക, കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. അപ്പോൾ എന്താ വിഷയം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ. എന്താണ് ഈ പ്രസൻറ്റബിൾ ആക്കണത്? ക്രിസ്തുവിൻ്റെ മുമ്പിൽ ഈ യഹൂദ പ്രമാണിയെ ശതാധിപനെ, റോമക്കാരനെ പ്രസൻറ്റബിൾ ആക്കുകയാണ്. ആരാക്കുന്നു? യഹൂദ പ്രമാണികളാക്കുന്നു. രണ്ട് കാര്യങ്ങളാണ് പറയണത്. എന്താണ്? ഇവനിത് ചെയ്തു കൊടുക്കാൻ ഇവൻ യോഗ്യനാണ്. എന്താ കാര്യം? അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. അതെന്താണ്? അത് കൽപ്പനയുടെ ഒരു ഭാഗമാണ്. എല്ലാത്തിനും ഉപരി ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അതെ, ജനത്തെ സ്നേഹിക്കുന്നു. രണ്ടാമത്തെ എന്താണ്? നമുക്കൊരു സിനഗോഗും പണിത് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തെ സ്നേഹിക്കുന്നു. അതല്ലേ സംഭവം. അപ്പോൾ ഇവൻ ഇത് ചെയ്ത് കൊടുക്കുക. ഇപ്പം അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ നിൻ്റെ കാര്യം, ഇപ്പം നീ IELTS ടെസ്റ്റ് എടുത്ത് 7 പ്രാവശ്യം തോറ്റ പാർട്ടിയാകാം. ചിലപ്പോൾ 4 സ്ഥലത്തിന്, ഇപ്പോൾ ഒരു ദിവസം ഒരു അപ്പച്ചനെ കാണിച്ച് 7 സ്ഥലത്തും ജപ്തിയാണ്. 7 സ്ഥലത്തും ജപ്തിയായ അപ്പച്ചനെ കാണുമ്പോൾ അമ്മയുടെ അടുത്ത് ഞാൻ കൊണ്ടുവന്ന് കൊടുക്കും. നിങ്ങൾക്കറിയാമല്ലോ, എനിക്ക് എപ്പോഴും രേഖ വേണം എന്ന് പറഞ്ഞാൽ എന്തിനാണെന്നറിയാമോ? നമ്മൾ അച്ഛൻ്റെ അടുത്ത് നിങ്ങൾ വരുമ്പോൾ രേഖയാണ് ഞാൻ കൊടുക്കുന്നത് അമ്മയുടെ അടുത്ത്. അപ്പോൾ അമ്മയ്ക്ക് തോന്നണം ഈ 7 സ്ഥലത്തും ജപ്തിയുള്ള ആൾക്ക് ഇത് ചെയ്ത് കൊടുക്കാൻ അവൻ അർഹനാണെന്ന് തോന്നണമെങ്കിൽ എന്ത് ചെയ്യണം? അവൻ ജനത്തെ സ്നേഹിക്കണം, മനുഷ്യനെ സ്നേഹിക്കണം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയണത്, രോഗികളെ പോയി കാണണം, ആശുപത്രി സന്ദർശിക്കണം, മനുഷ്യനെ സ്നേഹിക്കണം, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കണം, അതുപോലെ തന്നെ ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കണം, മനുഷ്യനെ സ്നേഹിക്കണം. പിന്നെ എന്താണ്? അവൻ നമുക്കൊരു സിനഗോഗ് പണിത് തന്നിട്ടുണ്ട്. ദൈവത്തെ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടിയാണ് കർത്താവിനെ അറിയാത്തത് അറിയിക്കേണ്ടത്, അറിഞ്ഞവരെ ആഴപ്പെടുത്തുന്നത്, സുവിശേഷ വേല ചെയ്യണത്, കൃപാസനം പത്രം മേടിച്ച് കൊടുക്കുന്നത്, യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണത്, യൂട്യൂബ് ഷെയർ ചെയ്യണത്, എല്ലാം ദൈവത്തെ സ്നേഹമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നിങ്ങളുടെ കപ്പാസിറ്റി കൂട്ടുകയാണ്. നിങ്ങളിതൊന്നും ചെയ്യത്തില്ല, വെറുതെ ഒരു ചെടുത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. വല്ല കഥയുണ്ടാ? അവരെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യും മാതാവ്? നിങ്ങളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, അതായത് ഒരു പണിയും ചെയ്യാതെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മാത്രം ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരെ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് മാതാവിൻ്റെ കാല് പൊങ്ങാതിരിക്കാൻ നോക്കിയേക്കണം. കാര്യം മാതാവ് ഈ സർപ്പത്തിൻ്റെ തലയിട്ട് ചവിട്ടുന്ന കാലോട് നിൻ്റെ തലയിട്ട് ചവിട്ടാൻ ഇടവരുത്തരുത്. എന്തിനാണ്? നീ മര്യാദക്ക് അത് നീ പ്രസൻറ്റബിൾ ആക്കണം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ. അമ്മയ്ക്ക് പറയാൻ കഴിയണം, അല്ലെങ്കിൽ ഇവന് ചെയ്തു കൊടുക്കാൻ കർത്താവേ, ഈശോ, ഇവൻ യോഗ്യനാണ്, ഇവൾ യോഗ്യനാണ്. എന്താണ്? ദൈവത്തെ സ്നേഹിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്ന ഭാഗമായിട്ട് അവൾ ദൈവത്തിൻ്റെ വേല ചെയ്യുന്നുണ്ട്. ചമ്മലില്ലാതെ, ചളിപ്പില്ലാതെ കൃപാസന പത്രം കൊണ്ടുനടന്ന് കൊടുക്കും. ആ സാക്ഷ്യം കാണുന്നവരൊക്കെ ദൈവത്തെ സ്നേഹിച്ച് തിരിച്ചു വരും. അല്ലേ? അതാണ് പ്രേക്ഷിത ബല. ദൈവത്തെ സ്നേഹിക്കുന്നതാണത്. അല്ല കൃപാസന പത്രം കൊടുക്കണമല്ല വിഷയം. ദൈവത്തെ സ്നേഹിക്കുന്നു. ആ സാക്ഷ്യം കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർ വരും. അപ്പോൾ 2 വീട്ടിൽ കൊണ്ട് ചെല്ലുമ്പോൾ പറയും, ഓ ഇത് ഞങ്ങൾക്ക് കിട്ടിയതാണ്, ഇത് കഴിഞ്ഞ ആഴ്ചത്തെ ലക്കം കിട്ടിയതാണ്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? പിന്നെ തിരിച്ച് വീട്ടിൽ പോകും. അങ്ങനെയല്ല, 2 വീട്ടിൽ പോകുന്നതിന് എടുത്തില്ലല്ലേ, ഇനി 3ാമത്തെ വീട്ടിൽ ചില ചമ്മലാണ്. ഈ ആൾക്കാർ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെടുന്ന ഉടമ്പടി ചെയ്യണത്? അതാണ് പ്രശ്നം. അപ്പം നിങ്ങളുടെ വയറ്റിപ്പഴപ്പ് നടക്കുകയും ചെയ്യണം, ദൈവത്തിനിട്ട് പണി കൊടുക്കുകയും ചെയ്യണം. എൻ്റെ അമ്മേ, ഇങ്ങനെ കുറേ എണ്ണം ഉടമ്പെടുക്കുന്നവർക്ക്. അപ്പോൾ എപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, നിങ്ങൾ പ്രസൻറ്റബിൾ ആകണം ദൈവത്തിൻ്റെ സന്നിധിയിൽ. നിങ്ങൾ കാണുമ്പോൾ മാതാവിന് പറയണം അവൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്. എന്താണ് അമ്മയുടെ ജോലി? എന്താണ്? ക്രിസ്തുവിനെ അറിയിക്കുകയും അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. ക്രിസ്തുവിനെ പിതാവിനെ വാങ്ങിക്കുകയും വയറ്റിനിട്ട് വളർത്തുകയും പെറ്റ് വീട്ടിൽ നിർത്തി വളർത്തുകയും കുരിശോടുകൂടി വന്ന് അവസാനം ലോകത്തിന് പരിഹാര ബലിയെ ഏൽപ്പിക്കുകയും ചെയ്ത ഒരു കൈമാറ്റമുണ്ട്, ക്രിസ്തു കൈമാറ്റം. അതാണ് മെരിയൻ ഇവാഞ്ചലിസേഷൻ എന്ന് പറയുന്നത്. ആ ക്രിസ്തു കൈമാറ്റമാണ് നമ്മൾ യൂട്യൂബിലൂടെ ചെയ്യണത്, ഷെയർ ചെയ്തുകൊണ്ട്. ആ ക്രിസ്തു കൈമാറ്റമാണ് നമ്മളെ പത്രം കൈമാറിക്കൊണ്ട് വിശ്വാസ കൈമാറ്റം ചെയ്യണത്. ആ ക്രിസ്തു കൈമാറ്റമാണ് മൗത്ത് നമ്മൾ ചെയ്യണത്. കാണുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ ഉടനെ പറയും നിങ്ങൾ ഉടമ്പടി എടുക്കാൻ ആൾക്കാർ പറയും. അങ്ങനെയാണ് ആൾക്കാർ ഉടമ്പടി എടുക്കുന്നത്. അതാണ് ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയണത്. ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ എന്താണ്?
ഇവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു എന്നല്ലേ പറഞ്ഞത്, മനുഷ്യനെ സ്നേഹിക്കുന്നു. മനുഷ്യനെ സ്നേഹിക്കാനാണ് ഈശോ പറഞ്ഞത്, ഞാൻ ചെയ്തതുപോലെ അത് അവൻ പറയണ പോലെ ചെയ്യുക. ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. രോഗികളെ പോയി കാണണം, സന്ദർശിക്കണം, ഭക്ഷണം കൊടുക്കണം, നഗ്നനെ ഉടുപ്പിക്കണം, വസ്ത്രം കൊടുക്കണം, അറിവില്ലാത്തവർക്ക് അറിവ് കൊടുക്കണം, മനുഷ്യനെ സ്നേഹിക്കണം. ഈ 2 കാര്യം ഉടമ്പടിയിൽ 20% പ്രേയറും അതേസമയം തന്നെ 40% പ്രേക്ഷിത പ്രവർത്തനവും ദൈവത്തെ സ്നേഹിക്കുന്നതും 40% മനുഷ്യനെ സ്നേഹിക്കുന്നതാണ് ഉടമ്പടി. അതാണ് എല്ലാത്തിനേക്കുള്ള ദൈവത്തെ സ്നേഹിക്കുക, തന്നെ പ്രതിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. കൽപ്പനകളുടെ സാരസംഗ്രഹമാണെങ്കിലും അതിൻ്റെ കൃത്യമായ പ്രായോഗിക പദ്ധതിയാണ് ഉടമ്പടി. അതുകൊണ്ടാണ് ഉടമ്പടി സത്യമായി ചെയ്യുന്ന ആൾക്കാർക്ക് ഉടമ്പടി ഈ 6 അല്ല 60 കാര്യങ്ങളുടെ മേലും ദൈവം ഹല്ലേലൂയ പറയുന്നതിൻ്റെ കാരണം അതാണ്. അപ്പം അങ്ങനെ ഈ ധ്യാനം കഴിയുമ്പോൾ നിങ്ങൾ സത്യസന്ധമായിട്ട് ദൈവദരിസന്നിധിയും അമ്മ മാതാവിൻ്റെ മുമ്പിൽ നിങ്ങളെ ഈശ്വരൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന വലിയൊരു സാക്ഷിയായി ദൈവം മാറാൻ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈശോയെ വചനത്തിലൂടെ പ്രത്യേകമായിട്ട് ഞങ്ങളെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും വിശേഷ സാക്ഷികളായി പ്രാർത്ഥിക്കുന്നു. മഹത്വം മഹത്വം, ആരാധന ആരാധന. എല്ലാവരും എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥന. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോഴേ നിങ്ങളെ സ്മരിച്ചുകൊണ്ടിരിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമേ ദേവമാതാവേ, എല്ലാ മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. തീർത്ഥാടനത്തിൽ ഇവിടെ ആയിരിക്കുന്നവിടമേലും അങ്ങ് അകലെ ഭൂഖണ്ഡങ്ങളിലും ഞങ്ങളുടെ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിലും ഓൺലൈനിലായിരിക്കുന്നവർ, ഈ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഓൺലൈനിൽ ഉടമ്പടിച്ച് എടുത്തിരുന്നുകൊണ്ട് ആരാധന കൂടുന്നവരെ ഇപ്പോൾ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ശരീരത്തെ സ്പർശിക്കണമേ, വിവിധമായ രോഗങ്ങളെ സ്പർശിക്കണമേ, മാറാത്ത രോഗങ്ങളെ സ്പർശിക്കണം, തീരാത്ത വ്യാധികളെ സ്പർശിക്കണമേ. ഉള്ളംകാലം മുതൽ ഉച്ചവരെ അവരെ സ്പർശിക്കണമേ. ഉച്ച മുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ രക്തം ആന്തരിക അവയവങ്ങളിലെ എല്ലാ പേശികളിലും കൊശങ്ങളിലും അസ്ഥികളിലും പല്ലുകളിലും എവിടെയാണ് രോഗമുള്ളത്, എവിടെയാണ് സിസ്റ്റ് ഉള്ളത്, എവിടെയാണ് ക്യാൻസർ ഉള്ളത്, എവിടെയാണ് സ്വല്യങ്ങളുള്ളത്, നീരുള്ളത്, യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങൾ മാറിപ്പോകട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അരികിൽ വരേണേ, സദയം തുടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൈ രണ്ടും കൂടി നെഞ്ചത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. വീട് ഇല്ലാത്തവര്, വീട് സ്ഥലമില്ലാത്തവര്, വീട് സ്ഥലവുമില്ലാത്തവര്, ജോലി ഇതുവരെ ഒത്തുവരാത്തവര്, ജോലി നഷ്ടപ്പെടാൻ പോകുന്നവർ, ഓഫർ ലെറ്റർ വന്നിട്ട് വിസ കിട്ടാത്തവർ, വിസ വന്നിട്ട് അക്കോമഡേഷൻ കിട്ടാത്തവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, റിസൾട്ട് വന്ന് തോറ്റുപോയവർ, അവരടുത്ത നടപടിയിൽ ദൈവികമായ ഇടപെടലുണ്ടാകാൻ വേണ്ടി, സാമ്പത്തിക ക്ലേശങ്ങളിലും ജപ്തിയിലും വന്നിരിക്കുന്നവർ, വ്യാപാര വ്യവസായങ്ങളെല്ലാം വരുമാനമില്ലാതെ തകർന്ന് പോയവർ, കൊടിയ മനക്ലേശങ്ങളിലും ഡൈവേഴ്സിലും ഒക്കെ ചെന്ന് പെട്ടിരിക്കുന്നവർ, വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, മക്കൾ ദുർനടപ്പിലും ഭ്രാന്തിലും ഡിപ്രഷനിലും ഒട്ടിസത്തിലൊക്കെ ചെന്ന് വല്ലാതെ അതുകൊണ്ട് വേദനിക്കുന്ന മാതാപിതാക്കന്മാർ, ആ മക്കളെ സ്പർശിക്കാൻ വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ നടത്തി അൾത്താരെ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ പിതാവിന്റെയും പുത്രനും പരിശുദ്ധ നാമത്തിൽ മാരക രോഗങ്ങൾ, തീരാവേദനകൾ, ജീവിത ദുരിതങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സദയം
തുടരെ സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരേണേ സദയം തുടരെ സുഖമായിടും എൻ്റെ ഉള്ളം. വിശ്വാസത്തോടെ കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ, അതായത് വാതരോഗികൾ, ശരീരത്തിൽ നീര് കെട്ടിക്കിടക്കുന്നവർ. അപ്പം മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഈശോ അടിപ്പണ പോലെ ദൈവികമായ ശക്തി അവിടെ ശരീരത്തിലേക്ക് ചെല്ലാൻ. രക്തസ്രാവ രോഗികൾ, ഗർഭപാത്രം ചുരുങ്ങുന്നവർ, കുടലുകൾ ചുരുങ്ങുന്നവർ, കിഡ്നി ചുരുങ്ങുന്നവർ, കരൾ ചുരുങ്ങുന്നവർ, ശ്വാസകോശം ചുരുങ്ങുന്നവർ, തലച്ചോറ് ചുരുങ്ങുന്നവർ, അവിടെ മേലെല്ലാം കർത്താവിൻ്റെ രക്തം നിറയാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. അതെല്ലാം വികസിച്ച് സ്വാഭാവികമായി ഐശ്വര്യം, അതിൻ്റെ ഐശ്വര്യങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യത, കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ അൽത്താരയിൽ നടന്ന 10,000 ആരാധന ശക്തിയാൽ മാരക തടസ്സങ്ങൾ, ജീവിത ദുരിതങ്ങൾ, രോഗങ്ങൾ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സദയം തുടരെ സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരേണേ സദയം തുടരെ സുഖമായിടും എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വീണ്ടും നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ, നിയമപരമായ കാര്യങ്ങൾ തടസ്സമുള്ളവരെ, നല്ലൊരു വിധി ആഗ്രഹിക്കുന്നവരുണ്ട്, കോടതിയിൽ നിന്നൊരു ന്യായമായ വിധി ആഗ്രഹിക്കുന്നവരുണ്ട്, സർട്ടിഫിക്കറ്റുകൾ വിത്ത് ഹെൽഡായി പോയവരുണ്ട്, യൂണിവേഴ്സിറ്റിയിലായാലും മറ്റു സ്ഥലങ്ങളായാലും ചിലപ്പോൾ സർട്ടിഫിക്കറ്റുകൾ കാണാതെ പോയവരുണ്ട്. ചിലപ്പോൾ വേണ്ടത്ര നിൻ്റെ ജോലിക്ക് ആവശ്യമായ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തതിൻ്റെ പേരിൽ ശമ്പളം കുറഞ്ഞിട്ട് ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന ഭീഷണി ത്രെട്ട് നേരിടുന്നവരുണ്ടാകും. ചിലപ്പോൾ വിസ അല്ലെങ്കിൽ പാസ്പോർട്ട് അന്യൻ്റെ കയ്യിൽ അകപ്പെട്ടിട്ട് നിനക്ക് ജോലി എടുക്കാൻ പറ്റാത്തതും ജോലി ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും. ചിലപ്പോൾ നീ ചെന്ന രാജ്യങ്ങളിൽ നിനക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കുറഞ്ഞു വന്ന പുതിയ നിയമങ്ങളോ എന്തെങ്കിലും ഉണ്ടാകും. ഇതുപോലെ സാങ്കേതിക തകരാറ് കാരണം ജീവിതം മുരടിച്ചു പോയവരുടെ മേൽ കർത്താവെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ യോഗ്യതയല്ല കർത്താവെ, നിൻ്റെ പീഡാനുഭവത്തിൻ്റെ യോഗ്യതയാൽ 36 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ ഈ അത്താറയിൽ നടന്ന 10,000 ആരാധശക്തിയാൽ അതിനേക്കാൾ ഉപരി അമ്മയുടെ പ്രത്യക്ഷയുടെ ശക്തിയാൽ എല്ലാ സാങ്കേതിക തടസ്സങ്ങളും യേശുവിൻ്റെ നാമത്തിലെ മാറിപ്പോകട്ടെ. സാക്ഷികളായി അരികിൽ വരേണേ സദയം തുടരെ സുഖമായിടും എൻ്റെ ഉള്ളം. മരുന്ന് കഴിച്ചിട്ട് മാറാത്ത രോഗങ്ങൾ, ഈ രോഗത്തിനും ഇത്രയും മരുന്നുള്ളൂ എന്ന് ഡോക്ടർ തന്നെ പറഞ്ഞിരിക്കുന്ന അവസ്ഥകൾ നീ അമ്മയുടെ മുമ്പിൽ സമർപ്പിക്കുക. അഹറോൻ്റെ പൂത്ത വടി ബദാം കായ്ച്ചതുപോലെ, ഉണക്ക വടി, വരണ്ട വടി ബദാം കായ്ച്ചതുപോലെ നിന്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി കണ്ണീരോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, യെരമ്യ 29:11 പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെയും കർത്താവേ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ, വാഗ്ദാന പ്രകാരം ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ. എസെക്കിയേൽ 37:14 പ്രാർത്ഥിക്കുന്നു. അവരുടെ പഴയ ഐശ്വര്യങ്ങൾക്ക് അവരെ തിരികെ കൊണ്ടുവരണമേ കർത്താവേ. സകല വാഗ്ദാനങ്ങളും എബ്രാഹത്ത് കർത്താവേ മത്തായി 3:9 പ്രാർത്ഥിക്കുന്നു. ഈ കല്ലിന്റെ എബ്രാഹത്തിന് സന്ധി ജനിപ്പിക്കാൻ കഴിവുള്ള കർത്താവേ, ഞങ്ങൾക്ക് ആസ്തിയായി മെരിട്ടില്ല കർത്താവേ. കല്ല് പോലെയുള്ള ജീവിതമാണ് കർത്താവേ, ഒരു സാധ്യതയുമില്ലാത്ത ജീവിതമാണ് കർത്താവേ. ഓ കർത്താവേ, അവിടെ അങ്ങനെ വാഗ്ദാന പ്രകാരം ഞങ്ങളുടെ കല്ല് പോലെയുള്ള മെരിട്ടില്ലാത്ത യോഗ്യതയില്ലാത്ത അവസ്ഥ അല്ല കർത്താവേ.
എഫെസ്യസ് 2:8 പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ യോഗ്യതയാൽ, അങ്ങ് നേടിയെടുത്ത വിശുദ്ധ രക്തത്തിന്റെ യോഗ്യതയാൽ മാർഗരോഗങ്ങള്, ജീവിത ദുരിതങ്ങള്, സ്ഥിര തടസ്സങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, യേശുവേ ആരാധന, മഹത്വം, ആരാധന, യേശുവേ ആരാധന. മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ അഡ്മിഷന് വേണ്ടി ഈ മാസം മുഴുവനും അഡ്മിഷന് വേണ്ടി അലയുന്ന മാസങ്ങളാണ്. അഡ്മിഷന് വേണ്ടിയോ എല്ലാം നിങ്ങളെ ഫോർമാറ്റുകൾ കറക്റ്റായിട്ട് ആപ്ലിക്കേഷൻ പുട്ടപ്പ് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈ മാസം നിങ്ങൾ യൂണിവേഴ്സിറ്റികളിലേക്കും കോളേജുകളിലേക്കും സ്കൂളിലേക്കും കൊടുക്കുന്ന മുഴുവൻ അഡ്മിഷൻസ്, മുഴുവൻ ആപ്ലിക്കേഷൻസ് മുഴുവനും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. വിദേശ രാജ്യങ്ങളിലേക്ക് യൂണിവേഴ്സിറ്റികളിലേക്കും ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻസും, സിസ്റ്റത്തിലേക്ക് കയറുന്ന മുഴുവൻ ആപ്ലിക്കേഷൻസ് കർത്താവേ ഇപ്പോൾ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപമാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ രക്തം ഓരോ ആപ്ലിക്കേഷനിലേക്ക് വിടട്ടെ. അത് ഞങ്ങളുടെ യോഗ്യതയല്ല, നിൻ്റെ പീഡാനുഭവത്തിൻ്റെ യോഗ്യതയാൽ എല്ലാ ആപ്ലിക്കേഷനും ആഗ്രഹിക്കുന്ന പോലെ ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി മാത്രം ദൈവത്തിൻ്റെ വാഗ്ദാന പ്രകാരം നിറവേറാൻ ദൈവത്തിൻ്റെ കരുണ പ്രവർത്തിക്കട്ടെ. സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരണമേ, അരികിൽ വരണേ, സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. മുട്ടേ നിൽക്കുക. എൻ്റെ മക്കളെ, എന്തെങ്കിലും കാര്യം അച്ഛൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ സമ്പൂർണ്ണ വിശ്വാസത്തോടെ ഈ ആരാധന സമയം ഈശോയെ കേൾപ്പിക്കുക. അതിന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് മുൻകൂർ പറഞ്ഞോ. ചെവിക്ക് സിസ്റ്റമുള്ളവരെ, ചെവി വല്ലാണ്ട് പഴുത്ത കേടായി പോകുന്ന സ്വരം കേൾക്കാത്തവരെയൊക്കെ കർത്താവ് സ്പർശിച്ച സന്ദേശമുണ്ട്. വലത് കരത്തിന് സ്വാധീനമില്ലാത്ത വ്യക്തിക്ക് മുട്ടിൻ്റെ സ്വാധീനം ആണ് ആദ്യം നഷ്ടപ്പെട്ടത്, അത് തിരികെ കിട്ടുന്ന സന്ദേശമുണ്ട്. ചെറിയ വർക്ക്ഷോപ്പുകൾ അടഞ്ഞു പോയിരിക്കുന്നത്, കൈപ്പണി ചെയ്തുകൊണ്ട് ജീവിതം നടത്തിക്കൊണ്ടിരുന്നതാണ് മരത്തിൻ്റെ ജോലിയൊക്കെ, അതിൽ ആശീർവദിക്കുന്ന മെസ്സേജുണ്ട്. ഈ മെസ്സേജ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബോർഡറിലുള്ള മെസ്സേജാണ്, കർണാടക ബോർഡർ വരെയുള്ള മെസ്സേജാണ്. അവിടെയൊക്കെ ഇങ്ങനെ സ്ഥാപനങ്ങൾ അടഞ്ഞു കിടക്കുന്നു. അവിടെ നിങ്ങൾ നാട്ടിലേക്ക് പോന്നിരിക്കുന്നു, അത് വിൽക്കാനും പറ്റണില്ല, ജോലി ചെയ്യാനും പറ്റണില്ല. അങ്ങനെ വിൽക്കാനും പറ്റണില്ല, ജോലി ചെയ്യാനും പറ്റണില്ല, അങ്ങനെയുള്ള സ്ഥലം അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലോ മറ്റു സംസ്ഥാനങ്ങളിലോ ഉണ്ടെങ്കിൽ അവരിപ്പോഴും ഓർക്കുക, കർത്താവ് അതിനെ സ്പർശിക്കുന്ന സമയമാണ്. ആ സ്ഥലം വിൽക്കാനും ആ വീട് വിൽക്കാനും, അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് വീണ്ടും പുനഃസ്ഥാപിച്ചുകൊണ്ട് ജോലി ചെയ്ത് ലാഭം ഉണ്ടാക്കാനും ഒക്കെ എല്ലാം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്ന സന്ദേശമുണ്ട്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളുടെ ജീവിതം പുനഃസ്ഥാപിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഐശ്വര്യം പുനഃസ്ഥാപിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. സമാപനാശീർവാദം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും, ഒപ്പം തന്നെ ഇപ്പോൾ നമ്മളെ നൊമ്പരപ്പെടുത്തുന്ന വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രതിഷേധത്തിൻ്റെ സാക്ഷികളായി ഞങ്ങൾ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും